إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد مصطفى صلى الله عليه وسلم وشر الأمور محدثاتها فإن كل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ പാലിച്ച് തഖ്വയോടുകൂടി ജീവിക്കണേ എന്ന് വസിയ്യത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച റബ്ബ് സുബ്ഹാനഹു വ തആല മാത്രമാണ് ആരാധനക്കർഹനെന്ന് അള്ളാഹുവിൻ്റെ റുബൂബിയ്യത്തിലോ ഉലൂഹിയ്യത്തിലോ അസ്മാഉ വസ്സിഫാത്തിലോ ഒരു മഖ്ലൂഖിനെയും പങ്കു ചേർക്കാൻ പാടില്ല എന്നും കഴിഞ്ഞ ഖുതുബയിലൂടെ നമ്മൾ മനസ്സിലാക്കി. ലോകത്ത് കടന്നുപോയ മുഴുവൻ അമ്പിയാക്കളും ജനങ്ങളെ ക്ഷണിച്ചതും ആ ഒരു മാർഗത്തിലേക്കാണ്. വലഖദ് ഊഹിയ ഇലൈക വഇലൽ ലദീന മിൻ ഖബ്ലിക ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ. അല്ലാഹുവിൻ്റെ റസൂലേ, താങ്കൾക്കും താങ്കൾക്ക് മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള മുഴുവൻ മുർസലീങ്ങൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല വഹീ നൽകിയിരിക്കുന്നത് ലഇൻ അശ്റക്ത, അല്ലാഹുവിൽ ആരെങ്കിലും പങ്കു ചേർക്കുന്ന പക്ഷം ലയഹ്ബതന്ന അമലുക, അവന്റെ മുഴുവൻ കർമ്മങ്ങളും നിഷ്ഫലമായി തീരുന്നതും വലതകൂനന്ന മിനൽ ഖാസിരീൻ, അങ്ങേയറ്റം പരാജിതരുടെ കൂട്ടത്തിൽ അവൻ ഉൾപ്പെട്ടു പോകുകയും ചെയ്യുന്നതാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, മുഅ്മിനായ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലെ ഏത് ഘട്ടത്തിലും തൻ്റെ പ്രാർത്ഥനയും തേട്ടങ്ങളും റബ്ബ് സുബ്ഹാനഹു വ തആലയോട് മാത്രമായിരിക്കണം. ലോകത്ത് കഴിഞ്ഞുപോയ മുഴുവൻ അമ്പിയാക്കളും മുർസലീങ്ങളും അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിച്ചവരായിരുന്നു. വിശുദ്ധ ഖുർആനിൽ നിന്ന് അമ്പിയാക്കളുടെ പ്രാർത്ഥനകളുടെ ഏതാനും ഉദാഹരണം നിങ്ങൾക്ക് കേൾപ്പിക്കുവാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. മഹാനായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. റബ്ബിനോടുള്ളതല്ലാത്ത ഒരു പ്രാർത്ഥനയും ഒരു നബിയിൽ നിന്നും നമുക്ക് വിശുദ്ധ ഖുർആനിലാകട്ടെ ഹദീസിലാകട്ടെ കാണാൻ സാധിക്കുകയില്ല. قال الله عز وجل قال ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമയും ഹവ്വാ ബീവിയും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. ഖാല, അവർ രണ്ടുപേരും പറഞ്ഞു,
റബ്ബന, ഞങ്ങളുടെ റബ്ബേ, ഞങ്ങളുടെ രക്ഷിതാവേ, ളലംന അൻഫുസന, ഞങ്ങളുടെ സ്വന്തത്തോട് തന്നെ ഞങ്ങൾ അതിക്രമം പ്രവർത്തിച്ചു പോയി. വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. അല്ലാഹുവേ, റബ്ബേ, നീ ഞങ്ങൾക്ക് പുറത്തു തന്നില്ല എങ്കിൽ പരാജിതരുടെ കൂട്ടത്തിൽ ഞങ്ങൾ ഉൾപ്പെട്ടു പോകും. പുറത്തു തരണേ എന്ന് അല്ലാഹുവിനോട് ആണ് പ്രാർത്ഥിച്ചിട്ടുള്ളത്. മഹാനായ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയെ കുറിച്ച് വിശുദ്ധ ഖുർആനിൽ കാണാൻ സാധിക്കും. قال الله عز وجل قال نوح عليه السلام قال رب إن قومي كذبون فافتح بيني وبينهم فتحا ونجني ومن معي من المؤمنين. അല്ലാഹുവേ, ഞാൻ ഒരുപാട് ഈ സമൂഹത്തെ സന്മാർഗത്തിലേക്ക് ക്ഷണിച്ചിട്ടും വിശ്വസിക്കാൻ തയ്യാറാകാതെ അതിക്രമം പ്രവർത്തിച്ചുകൊണ്ട് ഞങ്ങളെ ആക്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് റബ്ബേ, ഒരു തുറവി നിന്റെ ഭാഗത്ത് നിന്ന് ഞങ്ങൾക്ക് നീ തുറന്നു തന്നാലും എന്നെയും എന്നിൽ വിശ്വസിച്ച ആളുകളെയും ഇവരുടെ അക്രമത്തിൽ നിന്ന് അല്ലാഹുവേ നീ സംരക്ഷിച്ചാലുമെന്ന് നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം റബ്ബിനോട് പ്രാർത്ഥിക്കുകയാണ്. പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും ഉണ്ടാകുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ എന്നതിനുള്ള ഉത്തമ ഉദാഹരണങ്ങളാണിവ. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിക്കുകയാണ്. മരുഭൂമിയായ പ്രദേശത്ത് സ്വന്തം മകനെയും ഭാര്യയെയും വസിപ്പിക്കുന്ന വേളയിൽ അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ്. ഖാല റബ്ബി ജഅൽ ഹാദാ ബലദൻ ആമിന وإذ قال إبراهيم رب اجعل هذا البلد آمنا واجنبني وبني أن نعبد الأصنام. വിശുദ്ധ ഖുർആനിൽ ഒന്നിലധികം ഇടങ്ങളിൽ ഈ പ്രാർത്ഥന കാണാൻ സാധിക്കും. അല്ലാഹുവേ, ഈ നാടിനെ നീയൊരു സമ്പുഷ്ടമായ എല്ലാ വിഭവങ്ങളും ലഭിക്കുന്ന ഒരു നാടാക്കി നീ മാറ്റണമേ. മാത്രമല്ല അദ്ദേഹം പറഞ്ഞു വജുനുബിനി വബനിയ അൻ നഅബുദൽ അസ്നാം. അല്ലാഹുവേ, നിനക്ക് പുറമെ മഖ്ലൂഖീങ്ങളെ ആരാധിക്കുന്നതിൽ നിന്ന്, ബിംബാരാധനയിൽ നിന്ന് എന്നെയും എൻ്റെ ഇനി വരാനിരിക്കുന്ന തലമുറയെയും നീ സംരക്ഷിക്കണമേ എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചു. മാത്രമല്ല യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം റബ്ബ് സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിക്കുകയാണ്. ഖാല റബ്ബി السجن أحب إلي مما يدعونني إليه وإلا تصرف عني كيدهن أصب إليهن وأكن من الجاهلين فاستجاب له ربه فصرف عنه كيدهن. അധികാരമുള്ള സുന്ദരിയായ ഒരു വനിത മോശമായ കാര്യത്തിലേക്ക് യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ ക്ഷണിച്ചപ്പോ, ഞാൻ ദുർബലനാണ് റബ്ബേ, എനിക്ക് നിന്റെ പക്കൽ നിന്നുള്ള സംരക്ഷണം ഇല്ല എങ്കിൽ ഇവരുടെ ചതിയിൽ ഞാൻ പെട്ടുപോകും, നീ എന്നെ കാക്കണേ എന്ന് യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിച്ച സന്ദർഭം ഫസ്തജാബ ലഹു റബ്ബു, ആ ഘട്ടത്തിൽ റബ്ബ് സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുകയും ഫസറഫ അൻഹു കൈദഹുൻ, അവരുടെ ചതിയിൽ നിന്നും വഞ്ചനയിൽ നിന്നും അദ്ദേഹത്തിന് സംരക്ഷണം നൽകുകയും ചെയ്യുകയാണ്. അതുപോലെ തന്നെ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്നു. ഖാല റബ്ബി ഇന്നി ലാ അംലികു ഇല്ലാ നഫ്സി വ അഖി ഫഫ്റുഖ് ബൈനനാ വ ബൈനൽ ഖൗമിൽ ഫാസിഖീൻ. അല്ലാഹുവേ, ഈ ജനത എൻ്റെ കീഴിലല്ല, എൻ്റെ കാര്യത്തിലും എൻ്റെ സഹോദരന്റെ കാര്യത്തിലും മാത്രമേ ഒരു തീരുമാനമെടുക്കാൻ സാധിക്കുന്നുള്ളൂ. അതുകൊണ്ട് അക്രമികളായ സമൂഹത്തിൽ നിന്ന് നീ എന്നെയും എൻ്റെ സഹോദരനെയും കാത്തുരക്ഷിക്കണേ എന്ന് അല്ലാഹുവിനോട് മൂസാ നബി പ്രാർത്ഥിച്ച സന്ദർഭം. അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞു റബ്ബന ഇഫ്തഹ് ബൈന ഖാല റബ്ബി ഇഗ്ഫിർ ലി വലി അഖി വഅദ്ഖിൽനാ ഫീ റഹ്മതിക വഅൻത അർഹമുർ റഹീമീൻ. അല്ലാഹുവേ, നീ എനിക്കും എൻ്റെ സഹോദരനും പുറത്തു തരികയും കാരുണ്യവാനായ റബ്ബേ, നിന്റെ കാരുണ്യം ലഭിച്ച ആളുകളിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തുകയും ചെയ്യണമേ എന്ന് അദ്ദേഹം പ്രാർത്ഥിച്ച സന്ദർഭം. ശുഐബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. റബ്ബന ഇഫ്തഹ് ബൈനനാ വബൈന ഖൗമിനാ ബിൽ ഹഖ് വഅൻത ഖൈറുൽ ഫാതിഹീൻ. അല്ലാഹുവേ, ഏകദൈവ വിശ്വാസത്തിലേക്കും നിന്നിലേക്കും ക്ഷണിച്ചിട്ടും സ്വീകരിക്കാത്ത ഈ സമൂഹത്തിൽ നിന്ന്, അവരുടെ അക്രമങ്ങളിൽ നിന്ന് അല്ലാഹുവേ ഞങ്ങൾക്ക് നീ സംരക്ഷണം നൽകണമേ എന്ന് ശുഐബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിക്കുകയാണ്. യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. വദന്നൂനി ഇദ് ദഹബ മുഗാദിബൻ ഫظن അൻ ലൻ നഖ്ദിറ അലൈഹി
فنادى في الظلمات أن لا إله إلا أنت سبحانك إني كنت من الظالمين. യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം മത്സ്യത്തിന്റെ ഉദരത്തിലകപ്പെട്ട വേളയിൽ പ്രാർത്ഥിക്കുന്ന ഘട്ടം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അദ്ദേഹം പറഞ്ഞു, അല്ലാഹുവേ, ആരാധനക്കർഹനായി നീയല്ലാതെ ആരുമില്ല. എനിക്കൊരു തെറ്റുപറ്റിപ്പോയി. ഞാൻ ളാലിമീങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെട്ടവനായി തീർന്നിരിക്കുന്നു. അല്ലാഹുവേ, നീ പുറത്തു തന്നാലുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് മത്സ്യത്തിന്റെ ഉദരത്തിൽ വെച്ച് പ്രാർത്ഥിച്ച സന്ദർഭം. അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിന്റെ പരീക്ഷണങ്ങൾ നേരിട്ടപ്പോ തന്റെ രോഗം മാറ്റുവാനും പ്രയാസങ്ങൾ നീക്കിത്തരുവാനും റബ്ബ് സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിക്കുന്നു. വഅയ്യൂബ ഇദ് നാദാ റബ്ബഹു അന്നി മസ്സനി അദ്ദുറു വഅൻത അർഹമുർ റാഹിമീൻ. അല്ലാഹുവേ, പ്രയാസങ്ങൾ വന്നു ഭവിച്ചിട്ടുണ്ട്, ഒരുപാട് പ്രയാസങ്ങൾ നേരിട്ടിട്ടുണ്ട്. കാരുണ്യവാനായ റബ്ബേ, നിന്റെ റഹ്മത്ത് കൊണ്ട് നീ എനിക്ക് പ്രയാസങ്ങൾ ദൂരീകരിച്ചു തരണേ എന്ന് അയ്യൂബ് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച സന്ദർഭം സൂറത്തുൽ അംബിയായിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഉണർത്തുന്നു. സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്, റബ്ബി ഔസിഅനി അൻ അഷ്കുറ നിഅമതക അല്ലതി അൻഅംത അലൈ വഅലാ വാലിദയ്യ വഅൻ അഅമല സാലിഹൻ തർദാഹ് വഅദ്ഖിൽനി ബിറഹ്മതിക ഫീ ഇബാദിക സ്സാലിഹീൻ. അല്ലാഹുവേ, മറ്റാർക്കും നൽകിയിട്ടില്ലാത്ത ഒരുപാട് അനുഗ്രഹങ്ങൾ നീ എനിക്ക് നൽകി. അധികാരത്തെ നൽകി, മാത്രമല്ല ജീവികളോട് സംസാരിക്കാനുള്ള കഴിവ് നൽകി. ഇങ്ങനെ ഒട്ടനേകം അനുഗ്രഹങ്ങൾ നീ എനിക്ക് നൽകി. അല്ലാഹുവേ, നിനക്ക് ശുക്ർ ചെയ്യുന്ന ഒരടിമയാക്കി നീ എന്നെ മാറ്റണമേ. മാത്രമല്ല സ്വാലിഹായ കർമ്മങ്ങൾ അനുഷ്ഠിക്കുവാനും നിന്റെ കാരുണ്യത്തിൽ പ്രവേശിക്കുന്ന സ്വാലിഹീങ്ങളായ ഇബാദുകളിൽ എന്നെ ഉൾപ്പെടുത്തുവാനും നിന്റെ അനുഗ്രഹം ഉണ്ടാകണേ എന്ന് സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിച്ച സന്ദർഭം. മാത്രമല്ല ജക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം, അല്ലേ, മക്കളില്ലാത്ത ആളുകൾ അവർ മക്കളുണ്ടാകാൻ വേണ്ടി ഇന്ന മഖ്ലൂഖീങ്ങളുടെ പേരിൽ ഇന്നാലിന്ന നേർച്ച നയിക്കണമെന്നും അല്ലെങ്കിൽ ഇന്ന മഖാമുകളും ജാറങ്ങളും സന്ദർശിക്കണമെന്നും പറയുന്നവരോട് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ജക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം മറിയം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ അരികിലേക്ക് പ്രവേശിച്ച വേളയിൽ അവിടെ വിഭവങ്ങൾ കാണുകയാണ്. ആ സമയത്ത് ആർക്കും ലഭിക്കാത്ത വിഭവങ്ങൾ അവരുടെ പക്കൽ കണ്ടപ്പോ ചോദിച്ചു, അന്നാ ലകി ഹാദാ, എവിടെ നിന്നാണ് നിനക്കിത് ലഭിച്ചത്? അപ്പോൾ അവർ പറഞ്ഞു, അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയതാണ്. ഇന്നല്ലാഹ യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്. അല്ലാഹു അവൻ ഉദ്ദേശിക്കുന്നവർക്ക് കണക്കില്ലാതെ നൽകുന്നവനാണ് എന്ന് പറഞ്ഞപ്പോൾ സക്കരിയ നബി പ്രാർത്ഥിച്ചു, ഹുനാലിക ദഅ സക്കരിയ റബ്ബഹു ഖാല റബ്ബി ഹബ് ലി മിൻ ലദുൻക ദുർരിയതൻ ത്വയ്യിബ ഇന്നക സമീഉദ് ദുആ. അല്ലാഹുവേ, എനിക്ക് നീ സ്വാലിഹായ സന്താനങ്ങളെ നൽകണമേ റബ്ബിനോട് പറഞ്ഞു. അപ്പോഴാണ് നമസ്കരിച്ചു കൊണ്ടിരിക്കെ ഫനാദത്തുൽ മലായിക വഹുവ ഖായിമു യുസല്ലി ഫിൽ മിഹ്റാബി അന്നല്ലാഹ യുബശ്ശിറുക ബിയഹ്യ. അല്ലാഹു സുബ്ഹാനഹു വ തആല താങ്കൾക്ക് യഹ്യ എന്ന് വിളിപ്പേരുള്ള ഒരു മകനെ ഇതാ നൽകുന്നു എന്ന് അള്ളാഹുവിന്റെ വഹി ഇറങ്ങുന്നത്. അള്ളാഹുവിനോടല്ലാതെ ഒരു നബിയും പ്രാർത്ഥിച്ചിട്ടില്ല. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. ഖാല ഈസ ഇബ്നു മർയം അല്ലാഹുമ്മ റബ്ബനാ അൻസിൽ അലൈനാ മാഇദതൻ മിനസ് സമാ തകൂനു ലനാ ഈദൻ ലിഅവ്വലിനാ വആഖിരിനാ. അല്ലാഹുവേ, നീ ആകാശത്തു നിന്ന് ഞങ്ങൾക്ക് വിഭവസമൃദ്ധമായ ഒരു സദ്യ ഭക്ഷണം നീ ഞങ്ങൾക്ക് ഇറക്കിത്തരണമേ എന്ന് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിച്ച സന്ദർഭം നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച സന്ദർഭം നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാനായി അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുകയാണ്. വഖുൽ, അള്ളാഹുവിന്റെ റസൂലേ പറയുക, റബ്ബിഗ്ഫിർ വർഹം വഅൻത ഖൈറുർ റാഹിമീൻ. അല്ലാഹുവേ, നീ പുറത്തു തരണമേ, നിന്റെ കാരുണ്യം നൽകണമേ, നീ അങ്ങേയറ്റം കരുണ ചെയ്യുന്നവനാണ് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രാർത്ഥിക്കാൻ വേണ്ടി കൽപ്പിക്കപ്പെട്ട സന്ദർഭം. മുഴുവൻ അമ്പിയാക്കളുടെ പ്രാർത്ഥനയും ദുആയും അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് മാത്രമായിരുന്നു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച അസംഖ്യം വരുന്ന എല്ലാ തേട്ടങ്ങളും പ്രാർത്ഥനകളും എടുത്താലും റബ്ബിനോടല്ലാതെ ഒരു മഖ്ലൂഖിനോടും തേടുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ മുവഹ്ഹിദീങ്ങളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.
الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين وأصلي وأسلم على المبعوث رحمة للعالمين نبينا وقدوتنا محمد وعلى آله وصحبه أجمعين أما بعد أيها الإخوة أوصيكم بتقوى الله അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് തഖ്വയോടുകൂടി ജീവിക്കണേ എന്നൊരിക്കൽ കൂടി വസിയത്ത് ചെയ്യുകയാണ്, ഉണർത്തുകയാണ്. ഒരു മുഅ്മിൻ അവൻ്റെ ഏത് പ്രയാസ പ്രതിസന്ധി ഘട്ടങ്ങളിൽ റബ്ബിനോടല്ലാതെ തേടാൻ പാടില്ല, പ്രാർത്ഥിക്കാൻ പാടില്ല. ഇത് വളരെ ഗൗരവത്തോടു കൂടി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, അദ്ദുആഉ ഹുവൽ ഇബാദ, പ്രാർത്ഥന അതുതന്നെയാണ് ആരാധന. ഇദാ സഅൽത ഫസ്അലില്ലാഹ് വഇദാ ഇസ്തഅൻത ഫസ്തഇൻ ബില്ലാഹ്, നീ ചോദിക്കുകയാണെങ്കിൽ നീ നിന്റെ റബ്ബിനോട് ചോദിക്കണം. വഇദാ ഇസ്തഅൻത, നീ സഹായം തേടുകയാണെങ്കിൽ ഫസ്തഇൻ ബില്ലാഹ്, നീ നിന്റെ റബ്ബിനോട് സഹായം തേടണമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ പിൻപറ്റുന്ന മുഅ്മിനീങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മിൽ നിന്ന് രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന സഹോദരങ്ങൾ, പല സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പലരും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അള്ളാഹു അവർക്ക് ഷിഫ നൽകി അനുഗ്രഹിക്കുകയും പ്രയാസങ്ങളിൽ അത്യുന്നതമായ പ്രതിഫലം അവർക്ക് നൽകുകയും ചെയ്യുമാറാകട്ടെ. നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയ സഹോദരങ്ങൾക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم انصر إخواننا المستضعفين في فلسطين، اللهم كن لهم ناصرا ومعينا، اللهم سدد رميهم، اللهم اشف مرضاهم وداو جرحاهم وتقبل شهداءهم برحمتك يا أرحم الراحمين. اللهم عليك باليهود الظالمين، اللهم خذهم أخذ عزيز مقتدر وأرنا فيهم عجائب قدرتك يا قوي يا متين. آمين 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 برحمتك يا أرحم